ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത്. കുറച്ച് മുമ്പ് ഒരു വഴക്ക് ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്നു. നമ്മുടെ അക്ബറും അതുപോലെ തന്നെ ഷാനവാസുമായിട്ടായിരുന്നു വഴക്ക്. ഇവരെ രണ്ടുപേരെയും കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ച് നല്ല രീതിയിൽ വാൺ ചെയ്ത് വിട്ടു. വഴക്കിന് ആസ്പദമായ സംഭവം കുറച്ച് മുമ്പ് റെന ഫാത്തിമയും അതുപോലെ തന്നെ മസ്താനിയും തങ്ങളിലൊരു വഴക്ക് നടന്നിരുന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചു. മസ്താനി മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ അക്ബർ ഇത് ഏറ്റുപിടിക്കുകയും അക്ബർ പറഞ്ഞു ഇങ്ങനത്തെ മോശം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ മസ്താനിയോട് പറഞ്ഞു. അപ്പോൾ അതവിടെ ഇരുന്ന ഷാനവാസ് പറഞ്ഞു നല്ല ആളാ, അക്ബർ ഇതിലും വലിയ തെറി വിളിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ പറഞ്ഞു. അക്ബർ അപ്പം തിരിച്ചെന്തോ പോടാ പൊട്ട മണ്ട എന്നൊക്കെയുള്ള രീതിയിൽ എന്തോ സംസാരിച്ചു. അപ്പം തിരിച്ച് അതേപോലെ തന്നെ ഷാനവാസ് അക്ബറിൻ്റെ അപ്പന് പറഞ്ഞു അപ്പനെ പോയി വിളിച്ചാൽ മതി അങ്ങനെ എന്നുള്ള രീതിയിൽ തന്തയ്ക്ക് വിളിയൊക്കെ നടന്നു. അങ്ങനെ ഇവർ തങ്ങളിൽ നല്ല രീതിയിൽ വഴക്ക് നടന്നു. അടിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്കറിയാം ഇവർ കുറച്ച് പേര് നല്ല മത്സരാർത്ഥികളാണ്. അതായത് ഷാനവാസ്, അക്ബർ, അനീഷ്, പിന്നെ നമ്മുടെ നെവിൻ. ഇവർ ഈ കണക്കിന് പോയി കഴിഞ്ഞെന്നാൽ ആരുടെയെങ്കിലും ദേഹത്ത് കൈവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഷാനവാസ് ഈ തന്തയ്ക്ക് വിളി ഒഴിവാക്കുന്നത് ആണ് നല്ലത്. കാരണം അതാർക്കും ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല. അത് നല്ല കാര്യമല്ല. വീട്ടിലിരിക്കുന്നവരെയൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവർ ഈ കാര്യത്തിൽ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് മത്സരാർത്ഥികൾ തങ്ങളിൽ കയ്യാങ്കളിയായതും അടി പൊട്ടിയതും ഒക്കെ. അപ്പോൾ അതുപോലെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇവർ കുറച്ച് ഒക്കെ ദേഷ്യവും നിയന്ത്രിച്ച് മുമ്പോട്ട് പോകണം. ഷാനവാസിനെയും മറ്റാരുടെയെങ്കിലും തന്തയ്ക്ക് വിളിച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അടി പൊട്ടുന്നത്. എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.